ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള അക്വസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് അക്വസ്റ്റിക്സ് എന്ന് നോക്കാം. നമ്മുടെ സൗണ്ടിൻ്റെ ജനറേഷൻ, റിസപ്ഷൻ, പ്രൊപ്പഗേഷൻ, അനാലിസിസ് ഇതൊക്കെ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സിനെയാണ് നമ്മൾ അക്വസ്റ്റിക്സ് പറയുന്നത്. അതിൽ തന്നെ ആർക്കിടെക്ചറൽ അക്വസ്റ്റിക്സ് ഉണ്ട്, മ്യൂസിക്കൽ അക്വസ്റ്റിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് അക്വസ്റ്റിക്സ് ഉണ്ട്, ബയോമെഡിക്കൽ അക്വസ്റ്റിക്സ് ഉണ്ട്. ഓരോന്നും ഓരോ തരത്തിലുള്ള സ്റ്റഡിയാണ് ചെയ്യുന്നത്. ആർക്കിടെക്ചറിലാണെങ്കിൽ ക്ലോസ്ഡ് ഹാൾസിലും ബിൽഡിങ്സിലുള്ള സ്റ്റഡിയാണ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് മ്യൂസിക്കൽ അക്വസ്റ്റിക്സ്. അതുപോലെ മെഡിക്കൽ ഡയഗ്നോസിസ്, തെറാപ്പി അത് ഒക്കെയാണ് നമ്മൾ സൗണ്ട് യൂസ് ചെയ്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബയോ അക്വസ്റ്റിക്സ് അല്ലെങ്കിൽ മെഡിക്കൽ അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേവ്സിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ ആദ്യം നോക്കാം. വേവ്സിനെ മെയിൻ ആയിട്ട് ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇവിടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെയാണ്, അതായത് വേവ് പോകുന്നത് ഇങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ വൈബ്രേഷൻ വരുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കും താഴത്തേക്കാണ്. അതായത് അതെന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ആയിരിക്കും. ലൈറ്റ് വേവ്സിന്റെ കേസിൽ നമ്മൾ വരുന്നത് ഇതാണ്. നമ്മളിവിടെ എക്സാമ്പിളിൽ എഴുതിയിട്ടുണ്ട് ലൈറ്റ് വേവ്സ്. ഓക്കെ. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലൽ ആയിട്ടായിരിക്കും. നേരത്തെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടുത്തെ കേസിൽ പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക പാർട്ടിക്കിൾസ്. എങ്ങോട്ടാണോ വേവ് പോണേ ആ ഡയറക്ഷനിൽ തന്നെ പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സൗണ്ട് വേവ് എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ളത്, ട്രാൻസ്വേഴ്സ് വേവ്സിനാണെങ്കിൽ ക്രസ്റ്റ്, ട്രഫ്സ് ആണ് ഉണ്ടാവുക. അതായത് മുകളിലേക്കും താഴത്തേക്കുള്ള ഈ ഒരു മാഗ്നിറ്റ്യൂഡിനെയാണ് പറയണത്. ക്രസ്റ്റും ട്രഫ്സും ആണ് ഉണ്ടാവുക. ഇവിടുത്തെ കേസിലാവുമ്പോൾ കംപ്രഷനും റെയർഫാക്ഷനും എന്നാണ് പറയുക. ഒരുമിച്ച് കൂടുതൽ സിഗ്നൽസ് കൂടുതൽ അടുപ്പിച്ച് വരുന്നത് കംപ്രഷനും, പിന്നെ ഫ്രീക്വൻസി വലുതായി വരുന്നത് റെയർഫാക്ഷൻ ആയിട്ട് വരും. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിൽ അത് സർഫസ് ഓഫ് സോളിഡ്സിലും ലിക്വിഡ്സിലാണ് ഫോം ചെയ്യുക. ഇവിടുത്തെ കേസിൽ ഫോംഡ് ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ്. ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വസ്റ്റിക് വേവ്സ് ആണ്. ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി നമ്മൾ അക്വസ്റ്റിക് വേവ്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഇൻഫ്രാസോണിക്, ഓഡിബിള് ആൻഡ് അൾട്രാസോണിക്. ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസ് ബിലോ 20 ഹെഡ്സ് ആണ് ഇൻഫ്രാസോണിക്കിൽ പെടുന്നത്. ഇത് നമുക്ക് ഹ്യൂമൻ ഇയറിന് പെർസീവബിൾ അല്ല, നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ഒഡിബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് വരുന്നത് 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് വരെയുള്ളതാണ്. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ 20 കിലോ ഹെഡ്സിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, അതും നമുക്ക് ഇൻഒഡിബിൾ ആണ്. ഇതിൽ ഒഡിബിൾ ആയിട്ടുള്ളത്, അതായത് ഹ്യൂമൻ ഇയറിന് പെർസീവ് ചെയ്യാൻ പറ്റുന്ന സൗണ്ടിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മ്യൂസിക്കൽ സൗണ്ട് എന്നും നോയ്സ് എന്നും പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഫ്രാസോണിക് ബിലോ 20 ഹെഡ്സ്, ഓഡിബിൾ ആയിട്ടുള്ളത് 20 to 20 കിലോ ഹെഡ്സ്, 20 കിലോ ഹെഡ്സിലും കൂടുതൽ വരുന്ന അൾട്രാസോണിക്. അതിൻ്റെ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രീക്വൻസി ബിലോ ഹ്യൂമൻ ഹിയറിംഗ് ത്രെഷോൾഡ് ആണെങ്കിൽ അതാണ് നമ്മുടെ ഇൻഫ്രാസോണിക്കിൽ വരിക. ഫ്രീക്വൻസീസ് എബവ് ഹ്യൂമൻ ഹിയറിംഗ് ആണെങ്കിലാണ് അത് അൾട്രാസോണിക്കിൽ വരിക. ഇവിടെ പെർസീവബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും വരിക. അതുപോലെ ആപ്ലിക്കേഷൻസും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻഫ്രാസോണിക് ആണെങ്കിൽ നമ്മൾ സീസ്മോളജി, വോൾക്കാനോ സ്റ്റോം ഡിറ്റക്ഷൻ അതിന്റെ കേസിലൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓഡിബിൾ പറയുമ്പോൾ നമ്മൾ സാധാരണ നാച്ചുറലി ഉണ്ടാവുന്ന സൗണ്ടുകളും അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് സിസ്റ്റം, സ്പീച്ച്, മ്യൂസിക് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ ഓഡിബിൾ ആയിട്ടുള്ള സൗണ്ടുകൾ. നമ്മുടെ അൾട്രാസോണിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അൾട്രാസോണിക് വെച്ചിട്ട് നമുക്ക് മെഡിക്കൽ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ക്ലീനിങ്, ജ്വല്ലറീസ് ഒക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓഡിബിളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: മ്യൂസിക്കൽ സൗണ്ട്സും നോയ്സും എന്ന് പറഞ്ഞു. അതെന്താണെന്ന് നോക്കാം.
മ്യൂസിക്കൽ സൗണ്ട്സിന്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് അത് റെഗുലർ ആയിരിക്കും, പീരിയോഡിക് ആയിരിക്കും. ഈ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് റെഗുലർ ആയിരിക്കും, പീരിയോഡിക് വേവ്സ് ആയിരിക്കും. ഏത് മ്യൂസിക് സൗണ്ട്. അതേസമയം നോയ്സ് എന്ന് പറയുന്നത് ഇറഗുലറും ആയിരിക്കും, എപ്പീരിയോഡിക്കും ആയിരിക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇത് റെഗുലർ ആയതുകൊണ്ട് തന്നെ ഇത് സ്മൂത്ത് റെഗുലർ വേവ് ഫോം നമുക്ക് കിട്ടും. ഇവിടെ ഇറഗുലർ ആയിട്ട് ഒരു കയോട്ടിക് വേവ് ഫോം, ഇന്ന ഷേപ്പ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പലതരത്തില് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു വേവ് ഫോം ആയിരിക്കും കിട്ടുക. ഇവിടുത്തെ ഫ്രീക്വൻസീസ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് വരും. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. ഇവിടെ റാൻഡം ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ ഡെഫിനിറ്റ് ആയിട്ടുള്ള പിച്ച് ഉണ്ട്, ഇവിടെ ഇൻഡെഫിനിറ്റ് പിച്ച് ആണ്. ക്വാളിറ്റി, ഒരു പ്ലസന്റ് സ്പെസിഫിക് ക്വാളിറ്റി ഉണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് മ്യൂസിക്കൽ സൗണ്ടിൽ പെടുക. ഹാർഷ് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ക്വാളിറ്റി ആണ്, അത് നോയ്സിലാണ് പെടുക. എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്ന സൗണ്ടുകൾ നമ്മുടെ മ്യൂസിക്കൽ സൗണ്ട് ആയിട്ട് എടുക്കും. ഇനി ട്രാഫിക് നോയ്സ്, അതുപോലെ ക്രൗഡ് ഷൗട്ടിങ്, മെഷീൻസിന്റെ സൗണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോയ്സസിൽ പെടുത്തുന്നത്. ഇതില് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും പ്ലസന്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ഏതായിരിക്കും? മ്യൂസിക്കൽ സൗണ്ട് ആയിരിക്കും. ഇതാണെങ്കിൽ, അതായത് നോയ്സ് ആണെങ്കിൽ എന്താണ്? സ്ട്രെസ്സും ഡിസ്കംഫേർട്ട്, ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്യിക്കും. മ്യൂസിക്കൽ സൗണ്ടിന്റെ ഈ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്നുള്ള അഡ്വാൻറ്റേജ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് തെറാപ്പീസിനൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇനി 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ഐയുടെ ഇക്വേഷൻ ആണ്, Q/A. ഇതിന്റെ യൂണിറ്റ് ശ്രദ്ധിച്ചു വെക്കണം കേട്ടോ. ഇക്വേഷൻ മാത്രം പഠിക്കല്ല, അതിന്റെ ഒപ്പം വരുന്ന അതിന്റെ യൂണിറ്റും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ഐയുടെ യൂണിറ്റ് വരുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. Q/ഏരിയ, എ എന്ന് പറയുന്നത് ഏരിയ ആണ്. Q എന്ന് പറയുന്നത് സൗണ്ട് എനർജി ഫ്ലോയിങ് പെർ സെക്കൻഡിനെയാണ് Q എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ലോ ആണ് വെബർ ഫിഷ്നർ ലോ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡിഗ്രി ഓഫ് ലൗഡ്നെസ് ആണ് പറയുന്നത്. ഡിഗ്രി ഓഫ് ലൗഡ്നെസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് K log I ആയിരിക്കും. ഈ I എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റൻസിറ്റി ആണ്. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. L നമ്മൾ കാണുന്ന ഡിഗ്രി ഓഫ് ലൗഡ്നെസ്, അതായത് ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഡിഗ്രി ഓഫ് ലൗഡ്നെസ്സും കൂടും. ഇനി അടുത്തത് നമ്മൾ കുറച്ച് പ്രോസസ്സുകൾ പഠിക്കാനുള്ളത് അക്വസ്റ്റിക് അബ്സോർപ്ഷൻ, റിവേർബറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം അക്വസ്റ്റിക് അബ്സോർപ്ഷൻ തന്നെ തുടങ്ങാം. സൗണ്ട് എനർജി വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യോ ട്രാൻസ്മിറ്റ് ചെയ്യോ ചെയ്യാതെ അതിനെ അബ്സോർബ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് അക്വസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റ് ചെയ്യുകയല്ല, ട്രാൻസ്മിറ്റ് ചെയ്യുകയല്ല, അതിന് പകരം ഏത് സൗണ്ട് എനർജി ആണോ ഉണ്ടായിട്ടുള്ളത് അതിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ അബ്സോർബ്ഡ് എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതില് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേം ആണ് കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൗണ്ട് എനർജി അബ്സോർബ്ഡ് ബൈ സർഫസ് ഡിവൈഡ് ബൈ ടോട്ടൽ സൗണ്ട് എനർജി ഇൻസിഡന്റ് ഓൺ സർഫസ്. അതായത് ആ ഒരു സർഫസില്, പർട്ടിക്കുലർ സർഫസില് എത്രത്തോളം എനർജി ഇൻസിഡന്റ് ആയിട്ടുണ്ട്, അതിൽ എത്രത്തോളം അബ്സോർബ്ഡ് ആയിട്ടുണ്ട്, ആ ഫുള്ളി ഇൻസിഡന്റ് ആയിട്ടുള്ള എനർജിയിൽ എത്രത്തോളം അബ്സോർബ്ഡ് ആയിട്ടുണ്ട് എന്ന് നോക്കുന്നതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 1 ആണ്. ടോട്ടൽ അബ്സോർപ്ഷൻ ആണെങ്കിൽ അതിന് വാല്യൂ പറയുന്നത് 1 ആയിരിക്കും. ടോട്ടൽ റിഫ്ലക്ഷൻ ആണ്, അതായത് തീരെ അബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും വരിക. അതുപോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, രണ്ടിന്റെയും യൂണിറ്റ് സെയിം ആയിരിക്കും വരിക. രണ്ടും ക്യാൻസൽ ആവുന്നത് കൊണ്ട് ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ വരുന്നത് 0 to 1 ആണ്. അതുപോലെ ഇത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് മെറ്റീരിയൽസിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻസ് ആണ് നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ വിൻഡോ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ടോട്ടലി അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ വാല്യൂ 1 വന്നു. ബാക്കിയുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ട് വാല്യൂസ്. 0 to 1 ഉള്ളിൽ വരുന്ന വാല്യൂസ് തന്നെയാണ് എല്ലാം കാണുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേർബറേഷൻ ആണ്. റിവേർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സൗണ്ട് സോഴ്സ് സ്റ്റോപ്പ് ചെയ്തു, പക്ഷെ അത് കഴിഞ്ഞിട്ടും നമ്മുടെ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ എൻക്ലോസ്ഡ് സ്പേസിൽ സൗണ്ട് സോഴ്സ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിവേർബറേഷൻ എന്ന് പറയുന്നത്.
ഈ റിവേർബറേഷന് കാരണം എന്തായിരിക്കും? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ആയിരിക്കും. കാരണം വാൾസില് അല്ലെങ്കിൽ സീലിങ്സില് ഫ്ലോറില് ഒക്കെ പോയിട്ട് റിഫ്ലക്ഷൻ സംഭവിച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ റിവേർബറേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. പർപ്പസ് ഓഫ് റൂമിനനുസരിച്ച് ഒപ്റ്റിമൽ റിവേർബറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു കൺസേർട്ട് ഹാളാണ് വെച്ച് കഴിഞ്ഞാൽ റിവേർബറേഷൻ കൂടുതൽ വേണം. അതേസമയം ഒരു ലെക്ചർ റൂമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അവരെന്താണ് പറയേണ്ടത് എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കണം ക്ലിയർ ആയിട്ട്. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കേൾക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തിരിച്ച് മനസ്സിലാവില്ല എന്താ കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്നുള്ളത് അല്ലെ. അതുകൊണ്ട് ലെക്ചർ റൂംസിൽ എപ്പോഴും ഷോർട്ടർ റിവേർബറേഷൻ ടൈംസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത് സബൈൻസ് ഫോർമുലയാണ്. സബൈൻസ് ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ കാണുന്നത് റിവേർബറേഷൻ ടൈമിന്റെ ഒരു ഇക്വേഷൻ ആണ്. 0.165 V ഡിവൈഡ് ബൈ A. ഓരോ ടേമും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം റിവേർബറേഷൻ ഇതിന്റെ യൂണിറ്റ് നോക്കണം, സെക്കൻഡ്സിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുപോലെ വി എന്ന് പറയുന്നത് വോള്യൂം ഓഫ് റൂം ഇൻ ക്യൂബിക് മീറ്റർ ക്യൂബിൽ നമ്മൾ എടുക്കുന്ന വോള്യൂം. എ എന്ന് പറയുന്നത് ടോട്ടൽ അബ്സോർപ്ഷൻ ഇൻ സാബിൻസ് ആണ്. സാബിൻസ് ഫോർമുലയിൽ നോക്കാനുള്ളത്. ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. അതായത് നമ്മൾ എന്ത് പർപ്പസ് ആണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള ട്രാൻസ്മിഷൻ, അബ്സോർപ്ഷൻ, റിഫ്ലക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. നമുക്ക് ക്ലിയർ ആയിരിക്കണം. ക്ലാരിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, അതായത് സൗണ്ട് കോൺസെൻട്രേഷൻ പല ഏരിയകളിലും പല പോലെയല്ല, എല്ലായിടത്തും യൂണിഫോം ആയിട്ടാണ് സൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് എലിമിനേഷൻ ഓഫ് എക്കോ. വല്ലാതെ എക്കോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലിയർ ആവില്ല എന്താണ് നമ്മുടെ ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് നോയ്സ് ആണ്. എക്സ്റ്റേണലി വരുന്നതോ ഇന്റേണലി വരുന്നതായിട്ടുള്ള നോയ്സസ് അത് മിനിമൈസ് ചെയ്യണം. അടുത്തത് വരുന്നത് ഒപ്റ്റിമം റിവേർബറേഷൻ. അത് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ബിൽഡിങ്ങിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയിട്ടാണ് റിവേർബറേഷൻ തീരുമാനിക്കുന്നത്. ലെക്ചർ ക്ലാസ്സസ് ആണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറവ് റിവേർബറേഷനും, അതേസമയം നമ്മൾ കൺസേർട്ട് ഹാൾസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ റിവേർബറേഷനും എടുക്കും. ഇനി അടുത്തത് പറയണത് കുറച്ച് ഫാക്ടേഴ്സ് ആണ്. ഗുഡ് അക്വസ്റ്റിക്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഷേപ്പ് ഓഫ് റൂം, വോള്യൂം ഓഫ് റൂം, സർഫസ് മെറ്റീരിയൽസ്, സൗണ്ട് ഇൻസുലേഷൻ, പ്രോപ്പർ വെന്റിലേഷൻ. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഗുഡ് അക്വസ്റ്റിക്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഷേപ്പ് എങ്ങനത്തെ തരത്തിലുള്ളതാവരുത്. ലോങ്, നാരോ, ഹൈ സീലിംഗ് റൂംസ് ഒന്നും പാടില്ല. അപ്പോൾ അൺഇവൻ സൗണ്ട് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാവുക. നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഷേപ്പ് ഓഫ് റൂം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഗുഡ് അക്വസ്റ്റിക്സിന്. അടുത്തത് വോള്യൂം ഓഫ് റൂം ആണ്. ലാർജ് വോള്യൂംസ് ആണെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ റിവർബറേഷൻ കൺട്രോൾസ് ചെയ്യാനായിട്ട്. അടുത്തെന്ന് പറയുന്നത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്, സർഫസ് മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാർപ്പറ്റ്സ്, ഫോം, കർട്ടൻസ് ഒക്കെ യൂസ് ചെയ്യാം ഈ റിഫ്ലക്ഷൻസ് കുറയ്ക്കാനായിട്ട്, അബ്സോർപ്ഷൻ നടക്കാനായിട്ട്. അബ്സോർബൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പിന്നെ സൗണ്ട് ഇൻസുലേഷൻ, അതായത് പുറത്തുനിന്ന് എക്സ്റ്റേണൽ നോയ്സ് എൻട്രി ചെയ്യരുത്. ഇന്റേണൽ സൗണ്ട് എന്ന് പറയുന്നത് വളരെ അധികമായിട്ട് ലീക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യരുത്. പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് കുറച്ച് ഗുഡ് ഫാക്ടേഴ്സ് ഫോർ ഗുഡ് അക്വസ്റ്റിക്സ്. അടുത്തത് മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അൾട്രാസോണിക്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. അൾട്രാസോണിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫോർ ഫ്രീക്വൻസീസ് ഹയർ ദാൻ 20 kHz നമ്മൾ എന്ത് പറയുന്നത് അൾട്രാസോണിക്സിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഈ അൾട്രാസോണിക്സിന്റെ ആപ്ലിക്കേഷൻസ് ആണ് താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോണാർ നമുക്ക് ഓൾറെഡി അറിയാം. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സബ്മറൈൻ നാവിഗേഷനിൽ, അതുപോലെ ഫിഷ് സ്കൂൾ ഉണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഒക്കെ ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സോണാർ യൂസ് ചെയ്യുന്നത്.
അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഒരു സോളിഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ തിക്നെസ് മെഷർ ചെയ്യാൻ, അതുപോലെ ക്രാക്സ് ഉണ്ടോ അതിൽ നിന്നൊക്കെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്, എയർക്രാഫ്റ്റിലൊക്കെ എവിടെയാണ് ഏത് പോർഷനിലാണ് ക്രാക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് മെഡിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അത് അൾട്രാസോണോഗ്രഫി അഥവാ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്സ് എടുക്കുക, നമ്മുടെ ടിഷ്യൂന്റെ അതുപോലെ ഓർഗൻസിന്റെ ഒക്കെ ഡയഗ്നോസ്റ്റിക് ഇമേജിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് മെഡിക്കൽ ആപ്ലിക്കേഷൻസിൽ അൾട്രാസോണിക്സ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് അപ്പോൾ നമുക്ക് അക്വസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കിൽ മെയിനായിട്ട് ഫിസിക്സിൽ നോക്കാനുള്ളത്. ഇതിന്റെ ഓരോന്നിന്റെയും കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾ മെറ്റീരിയലിൽ കൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനും പറ്റും. അത് ആലോചിച്ച് വെക്കാനും ശ്രമിക്കുക. എടുത്തു പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. വാല്യൂസ്, അതുപോലെ യൂണിറ്റ്സ് ഡയമെൻഷൻലെസ് ആണോ, ഏത് റേഞ്ചിലാണ് വാല്യൂ വരുന്നത്, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വലുതായി തന്നെ കാണണം. കാരണം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക ഫിസിക്സ്. അപ്പോൾ നമ്മുടെ പോർഷൻ ഇന്നത്തോടെ തീരുകയാണ്. അപ്പോൾ ഇനി കെമിസ്ട്രിയുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫോർ നൗ.